ഷൈൻ ടോം ചാക്കോയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയതിന് പിന്നാലെ നിരവധി പ്രതികരണങ്ങളാണ് ഉയർന്നുവരുന്നത്. സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സംവിധായകൻ വിനയൻ. സെറ്റിൽ വെച്ച് പ്രധാന നടൻ ലഹരിമരുന്ന് ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് വിൻസി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പേര് താരം വെളിപ്പെടുത്തിയിരുന്നില്ല. സിനിമാ സംഘടനകളിൽ പരാതി നൽകിയതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോയാണ് വിൻസി പറഞ്ഞ വ്യക്തിയെന്ന് പുറത്തായി. നിലവിൽ ഷൈനെതിരെ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2010 മുതൽ മഹാനടൻ തിലകനെ സിനിമയിൽ നിന്നും വിലക്കി മാറ്റി നിർത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനല്ല, അഭിനയിക്കുന്ന നടിയോട് മോശമായി പെരുമാറിയതിനുമായിരുന്നില്ല. ചില സിനിമാ സംഘടനകൾ മാഫിയകളെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞതിനാണ് ആ മനുഷ്യനെ നമ്മുടെ സിനിമാ സംഘടനകൾ ആത്മരോഷത്തോടെയും ആവേശത്തോടെയും ശിക്ഷിച്ചതെന്ന് വിനയൻ കുറിച്ചിരിക്കുന്നു. ഒരുത്തൻ മയക്കുമരുന്നടിച്ചിട്ട് സിനിമാ സെറ്റിൽ വെച്ച് തന്നെ അപമാനിച്ചു, വെളുത്ത പൊടി വായിന്ന് തുപ്പുന്നത് കണ്ടു എന്നൊക്കെ പരസ്യമായി പറയാനും അയാളുടെ പേരും സിനിമാ സെറ്റിന്റെ പേരും വരെ എഴുതി സംഘടനകൾക്കൊക്കെ പരാതി കൊടുക്കാനും ധൈര്യം കാണിച്ച ഒരു യുവനടി ഇന്ന് ആ പരാതി പിൻവലിക്കാൻ കാണിക്കുന്ന പെടാപ്പാടും മലയാള സിനിമ നമ്പർ 1 ആണെന്ന് തന്നെ കാണിക്കുന്നതാണെന്നും വിനയൻ പറയുന്നു. വിനയന്റെ പോസ്റ്റ് ഇങ്ങനെ: 2010 മുതൽ മഹാനടൻ തിലകനെ സിനിമയിൽ നിന്നും വിലക്കി മാറ്റി നിർത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനല്ല, കൂടെ അഭിനയിക്കുന്ന നടിയോട് മോശമായി പെരുമാറിയതിനുമല്ല, ചില സിനിമാ സംഘടനകൾ മാഫിയകളെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞതിനായിരുന്നു. ആ മനുഷ്യനെ നമ്മുടെ സിനിമാ സംഘടനകൾ ആത്മരോഷത്തോടെയും ആവേശത്തോടെയും ശിക്ഷിച്ചത്. നാട് മുടിഞ്ഞു പോകുന്നതും മലയാള സിനിമയെ നശിപ്പിക്കുന്നതുമായ ക്രിമിനൽ പ്രവൃത്തിയാണല്ലോ തിലകൻ ചേട്ടൻ അന്ന് ചെയ്തത്, അല്ലേ? ആ വിലക്കിന്റെ വേദനയോടെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ ആ കലാകാരന്റെ ആത്മാവ് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടാകണം. ഒരുത്തൻ മയക്കുമരുന്നടിച്ചിട്ട് സിനിമാ സെറ്റിൽ വെച്ച് തന്നെ അപമാനിച്ചു, വെളുത്ത പൊടി വായിന്ന് തുപ്പുന്നത് കണ്ടു എന്നൊക്കെ പരസ്യമായി പറയാനും അയാളുടെ പേരും സിനിമാ സെറ്റിന്റെ പേരും വരെ എഴുതി സംഘടനകൾക്കൊക്കെ പരാതി കൊടുക്കാനും ധൈര്യം കാണിച്ച ഒരു യുവനടി ഇന്ന് ആ പരാതി പിൻവലിക്കാൻ കാണിക്കുന്ന പെടാപ്പാടും മലയാള സിനിമ നമ്പർ 1 ആണെന്ന് തന്നെ കാണിക്കുന്നതാണ്. ഇതിനു മുൻപ് ഇവരെക്കാൾ പ്രഗത്ഭരായ 3-4 നടിമാർ വിസിൽ ബ്ലോവേഴ്സ് ആകാൻ വന്നതും അവരെ പണിയില്ലാതെ പരണത്തു കയറ്റി ഇരുത്തിയതും ഒക്കെ ഈ യുവനടിയും ഓർത്തുപോയി കാണും. മലയാള സിനിമയെ രക്ഷിക്കാനായി കൊട്ടിഘോഷിച്ചു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശക്തമായ മൊഴി കൊടുത്തവരെന്ന് വാഴ്ത്തപ്പെട്ടവരെ മുഴുവൻ സ്വാധീനിക്കാനോ വിലക്കെടുക്കാനോ സാധിച്ചതും അതുവഴി അന്വേഷണത്തെയും കോടതിയുമൊക്കെ മരവിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞതുമൊക്കെ ഒരു മഹാനടനം തന്നെയല്ലേ? പ്രേക്ഷകർക്കത് നോക്കി നിൽക്കാനല്ലേ കഴിയൂ? സർക്കാരാണെങ്കിൽ ഇതിഹാസങ്ങൾക്ക് മുന്നിൽ കണ്ണഞ്ചി നിൽക്കുന്നു. പക്ഷേ സത്യത്തെ സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയാലും അത് പുറത്തു വരും എന്ന ക്ലീശേ വാക്കുണ്ടല്ലോ, അതിവിടെ യാഥാർത്ഥ്യമാകും ഉറപ്പാണ്. അന്ന് പല മുഖംമൂടികളും പിച്ചു ചീന്തപ്പെടും.